യുഎഇയിൽ ശക്തമായ മൂടൽമഞ്ഞ് തുടരുകയാണ്. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. ശൈത്യകാലം അവസാനിച്ച് വേനലിലേക്ക് കടക്കുന്നതിന്റെ മാറ്റങ്ങളാണ് നിലവിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും പുലർച്ചെ സമയങ്ങളിലും രാത്രി വൈകിയുമാണ് കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നത്. ഈ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തീരദേശ മേഖലകളിലും ഉൾനാടൻ പ്രദേശങ്ങളിലും ദൃശ്യപരിധി ഗണ്യമായി കുറഞ്ഞു. ചിലയിടങ്ങളിൽ ഇത് 200 മീറ്ററിൽ താഴെയാണ് രേഖപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി അബുദാബി ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിൽ മൂടൽമഞ്ഞുള്ള സമയങ്ങളിൽ വേഗപരിധി മണിക്കൂറിൽ 80 കിലോമീറ്ററായി കുറയ്ക്കുകയും ചെയ്തു. കൂടാതെ റോഡരികിലെ ഡിജിറ്റൽ ബോർഡുകളിൽ നൽകിയിട്ടുള്ള വേഗത നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്ക് കനത്ത പിഴ ഈടാക്കുകയും ചെയ്യും. ബുധനാഴ്ച വരെ കനത്ത മൂടൽമഞ്ഞ് തുടരാൻ തന്നെയാണ് സാധ്യത. അടുത്ത 5 ദിവസത്തെ പ്രവചനത്തിലുണ്ടത്. രാത്രിയിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം 90% വരെ ഉയരുന്നതാണ് മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള പ്രധാന കാരണം. വ്യാഴാഴ്ചയുടെ താപനിലയിൽ നേരിയ കുറവുണ്ടാകുമെങ്കിലും വെള്ളിയാഴ്ചയോടെ ആകാശം ഭാഗികമായി മേഘാവൃതമാകാനും സാധ്യതയുണ്ട്. അതേസമയം പകൽ സമയങ്ങളിൽ താപനില വർദ്ധിച്ചു വരികയാണ്. നിലവിൽ 29 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശരാശരി ചൂട്. എന്നാൽ രാത്രിയിലെ താപനില 11 ഡിഗ്രി വരെ താഴാനും സാധ്യതയുള്ളതിനാൽ തണുപ്പ് കൂടും. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത പറയുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രിയോടെ അറേബ്യൻ ഗൾഫിൽ കടൽ പ്രക്ഷുബ്ധമാകുകയും ചെയ്തേക്കാം. അത്യാവശ്യമല്ലാത്ത യാത്രകൾ പ്രവാസികൾ കഴിവതും ഒഴിവാക്കുക. കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. കാലാവസ്ഥാ മാറ്റത്തിനിടയിൽ എടുക്കാനുള്ള മുൻകരുതലുകളെല്ലാം പരമാവധി എടുക്കുക. എല്ലാവരും സുരക്ഷിതരായി ഇരിക്കാൻ തന്നെ പരമാവധി ശ്രദ്ധിക്കുക. അതേസമയം ഷാർജയിൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഷാർജ പോലീസിന്റെ പുതിയ മുന്നറിയിപ്പ്. നിലവിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചേക്കാം. റമദാൻ മാസം ആരംഭത്തിൽ തന്നെ റോഡിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ കർശനമാക്കുമെന്നും നിയമലംഘകർക്കെതിരെ കനത്ത പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവർക്ക് 800 ദിർഹം പിഴയും ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷയായി ലഭിക്കുക. ഹൈവേകളിലും തിരക്കേറിയ നഗര റോഡുകളിലും നിലവിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. അതിനാൽ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ വീഴ്ചകൾ പോലും ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ട്രാഫിക് റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഡ്രൈവിംഗിനിടെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വഴിയാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ വീണ്ടും നിയമലംഘനം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് കർശനമായ അറിയിപ്പ് നൽകിയത്. റോഡിലെ ഒരൊറ്റ പിഴവ് നിങ്ങളുടെ ജീവിതമോ മറ്റൊരാളുടെ ജീവിതമോ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കാരണമായേക്കാം. ഫെഡറൽ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ശിക്ഷാ നടപടികൾ നിലവിൽ സ്വീകരിക്കുന്നത്. അതിനാൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അല്ലാതെയോ ഡ്രൈവിംഗിൽ നിന്ന് ശ്രദ്ധ മാറിയാൽ 800 ദിർഹം പിഴയും 4 ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകളും ചുമത്തും. റമദാനിൽ റോഡുകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ റമദാൻ കാലത്തെ സുരക്ഷിത റോഡുകൾ എന്ന പേരിൽ ക്യാമ്പയിനുകൾ നടത്തിവരികയാണ്. കൂടാതെ നോമ്പ് സമയത്തെ ക്ഷീണവും ഉറക്കമില്ലായ്മയും ഡ്രൈവർമാരുടെ ശ്രദ്ധ കുറയ്ക്കാൻ ഇടയാക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഡ്രൈവർമാർ കൂടുതൽ ജാഗ്രത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അധികൃതർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം കൃത്യമായി പാലിക്കുക. പാലിക്കാത്തവരെ കാത്തിരിക്കുന്നത് കനത്ത പിഴയും നിയമ നടപടികളും ഒക്കെ ആയിരിക്കും.